പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ എതിർപ്പും തെറ്റിദ്ധാരണകളൊക്കെ കാരണം അവർക്ക് ഒന്നിക്കാനൊന്നും കഴിയുന്നില്ല. നന്ദുവിൻ്റെ വിവാഹം നവീനുമായി ഉറപ്പിക്കുന്നു. ഈ തീരുമാനത്തിൽ അനിയും നന്ദുവും കടുത്ത മാനസിക സംഘർഷം തന്നെ അനുഭവിക്കുന്നുണ്ട്. വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് അവർ നവീനോട് ആവശ്യപ്പെടുന്നുവെങ്കിലും അവനൊന്നും അതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ വിവാഹ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ നവീൻ ഒരു പുതിയ സർപ്രൈസ് വെളിപ്പെടുത്തുന്നുണ്ട്. അവർ അനിയെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ മണ്ഡപത്തിൽ കൊണ്ടുപോയിരുത്തുകയും അനിയുടെ കൈകൊണ്ട് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി സൂപ്പർ റിവ്യൂ എപ്പിസോഡാട്ടോ വരുന്നത്. യഥാർത്ഥത്തിൽ അനിയുടെയും നന്ദുവിൻ്റെയും പ്രണയം അറിഞ്ഞ നവീനെ അവരുടെ കുടുംബങ്ങളെ കബളിപ്പിച്ച് അവർക്ക് ഒന്നിക്കാനുള്ള അവസരം തന്നെ ഒരുക്കുകയായിരുന്നു ആ ഒരു മുഹൂർത്തത്തിൽ. എന്നാൽ വിവാഹം കഴിഞ്ഞുവെങ്കിലും നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു രംഗങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തരണേ. നന്ദു പറയുന്നുണ്ട്, അനി നവീൻ നിന്നെ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ നീ എന്ത് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്? അവനോട് എല്ലാ സത്യങ്ങളും നീ തുറന്നു പറഞ്ഞതാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും അവൻ എന്തിനാ എന്നെ മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? നന്ദുവിൻ്റെ വാക്കുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമുണ്ടായിരുന്നു. അനി തല കുനിച്ച് നിന്നു. അവൻ്റെ തൊണ്ടയിൽ വാക്കുകൾ അങ്ങ് കുരുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. അവൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. എന്തൊക്കെയാ നന്ദു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എല്ലാം അവനോട് പറഞ്ഞതാ. പക്ഷേ അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ തന്നെ നന്ദു അങ്ങ് പൊട്ടിത്തെറിച്ചു. മതിയനി, നീ ഒന്നും പറയണ്ട, എല്ലാം നിന്റെ കയ്യിലെ കുഴപ്പമാണ്. നവീനേട്ടൻ നിന്നോട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ ഇഷ്ടം നീ തുറന്നു പറയേണ്ടിയിരുന്നില്ലേ? നിനക്കെന്നോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വിവരം നീ അന്ന് തന്നെ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ആ പാവത്തിനെ വട്ടം ചുറ്റിച്ച് വെറുതെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ചെയ്യാനും ഗിഫ്റ്റ് തരാനും എന്നെ കൂട്ടിക്കൊണ്ടുപോകാനും ഒക്കെ വന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഈ ഇഷ്ടമായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ നല്ല ഫ്രണ്ട്സാണല്ലോ എന്ന് വിചാരിച്ചു. നീയും നവീനേട്ടനും തമ്മിൽ ഇത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നപ്പോൾ നവീനേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം നിന്നോട് പറഞ്ഞപ്പോൾ നീ അത് എന്നോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് അവിടെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്തേനെ. ഇതിപ്പോൾ അവസാനം വരെ നീ എത്തിച്ചില്ലേ അനി? നന്ദുവിൻ്റെ ഓരോ വാക്കുകളും അനിയുടെ നെഞ്ചിലിങ്ങനെ അമ്പ് പോലെയാണ് തറച്ചു നിന്നത്. അവൾ പറയുന്നത് തെറ്റല്ല എന്ന് അവനറിയാമായിരുന്നു. എങ്കിലും അവനും നിസ്സഹായനായി. അതേ നന്ദു, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. നവീന് അങ്ങനെ ഒരു ഇഷ്ടം നിന്നോടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കും അവനോട് ഇഷ്ടം തോന്നിയാലോ എന്ന് ഞാൻ ഭയന്നു. പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ചതിക്കുകയാണല്ലോ എന്ന് അവൻ വിചാരിക്കുമെന്നാണ് ഞാനപ്പോൾ കരുതിയത്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അനിയുടെ കണ്ണിലും അപ്പോൾ കണ്ണുനീരൊക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് നിന്റെ തെറ്റ് അനി, വലിയൊരു തെറ്റ്, നന്ദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നവീനേട്ടൻ വീട്ടിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞു. നവീനേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി എൻ്റെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു. ആ അമ്മക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇപ്പോഴേ അവർ വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തിയിരിക്കുക. ഇതെന്തൊക്കെ മറിമായമാണെന്നൊന്നും എനിക്കറിയില്ലാനേ. നമ്മൾ തമ്മിൽ വിവാഹം കഴിഞ്ഞാൽ പോലും ചേരില്ലെന്നും എന്നെ പോലൊരുത്തിയെ വിവാഹം കഴിക്കാൻ അവരുടെ മകനെ അനുവദിക്കില്ലെന്നും അവർ പല പ്രാവശ്യം പറഞ്ഞതാ. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവമൊന്നും അവർക്കിഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് പിന്നെ എന്താ ഇതിലൊക്കെ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. നന്ദു കൈകൾ കൊണ്ട് മുഖം പൂത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ അനി അവിടെ നിൽക്കാണ്. അത്രക്ക് പ്രഷർ നവീൻ വീട്ടിൽ ചെലുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ്റെ അച്ഛനും അമ്മയും കൂടി വന്ന് നിന്റെ വീട്ടിൽ വിവാഹം ആലോചിച്ചത്. അല്ല, നിന്റെ വീട്ടിൽ ഇന്ന് വിവാഹം ആലോചിച്ചപ്പോൾ നിന്റെ അമ്മയും അച്ഛനൊക്കെ എന്തു പറഞ്ഞു? അവർക്ക് സമ്മതമായിരിക്കുമോ അല്ലേ? അനിയുടെ ചോദ്യം കേട്ടപ്പോൾ നന്ദു അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അല്ലാതെ പിന്നെ എന്താടാ, അവർക്ക് 100 വട്ടം സമ്മതമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വിവാഹമൊന്നും നടന്നാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനന്തപുരിയിലേക്ക് എന്നെ വിവാഹം കഴിച്ച് വിട്ടില്ല എന്നുള്ളതിന് വാശി മാത്രം അവർക്കുണ്ട്. എൻ്റെ 2 ചേച്ചിമാരും അവിടെയാണ്. ഇനി എന്നെ കൂടെ അങ്ങോട്ടേക്ക് വിടാൻ അമ്മക്കൊട്ടും താല്പര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നിൻ്റെ കൂടെ ഇളയമയും അപ്പച്ചിയൊക്കെ ഓരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നവീനേട്ടൻ്റെ പ്രപ്പോസൽ വന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ മനസ്സിൽ നവീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. നവീനേട്ടൻ പലപ്പോഴും വീട്ടിലേക്ക് വരികയും അവരുമായിട്ട് മാത്രം സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന അപ്പോഴേ എനിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം കേട്ട് അനി ആകെ തകർന്നു പോവാണ്. ഇതിനി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും നന്ദു?
ഞാനാണെങ്കിലും അവിടെ എല്ലാവരോടും പറഞ്ഞു, ആദർശേട്ടനോടും നയനയോച്ചയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കട്ടക്ക് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നവീനേട്ടനെ വിഷമിപ്പിക്കാൻ പറ്റില്ലെന്നാ അവർ പറയുന്നത്. അതുപോലെ തന്നെ നന്ദു, നിനക്കറിയാലോ, മുത്തശ്ശനോട് വരെ ഞാൻ പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്രപ്പോസൽ മുടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് എന്താന്ന് വെച്ചാൽ നരസിംഹ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് മുത്തശ്ശനോട് പറയുകയും ഇതിനെല്ലാം തന്നെ കൂട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്രേ. ഇനി അങ്ങോട്ടേക്ക് ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് മുത്തശ്ശൻ വേണം ഈ ഒരു വിവാഹം നടത്തി കൊടുക്കാനെന്നും പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വിവാഹം മുടക്കാൻ മുത്തശ്ശൻ നോക്കുന്നത് ശരിയാവില്ല എന്നും അത് സ്വാർത്ഥതയാണെന്നും അവർക്ക് തോന്നുമെന്നൊക്കെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. നിന്റെ അമ്മ കനകദുർഗയും ഗോവിന്ദനെയും എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നും, പക്ഷേ നരസിംഹനോട് എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചു. അങ്ങനെ മുത്തശ്ശൻ കൈമലർത്തുക ചെയ്തത്. ഞാൻ ഇനി എന്താ ചെയ്യാ നന്ദു? എൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ലല്ലോ നിന്നെ ഒന്ന് സ്വന്തമാക്കാനേ. അനിയുടെ വാക്കുകളിൽ പരാജയപ്പെട്ട ഒരുവന്റെ വേദന മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ നന്ദുവിന് അത് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അനി. ഇവരെല്ലാവരും കൂടി ഇത് എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? എടാ അനി, നീ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നതും നോക്കി കണ്ണീരോടുകൂടെ അങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ് അനി. ഇതേ സമയം അനന്തപുരി തറവാട്ടിൽ അന്ന് വല്ലാതെ നിശബ്ദയായിരുന്നു. വലിയ ഹാളിലെ സോഫയിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് കടുത്ത ചിന്ത ഇങ്ങനെ നേളിച്ചു നിന്നു. അനിയുടെ വേദന ആ വീടിൻ്റെ അന്തരീക്ഷത്തിനെ ആകെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി പതിയെ മുത്തശ്ശനോട് ചോദിച്ചു, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശൻ ഒരു നെടുവീർപ്പോടുകൂടെ മറുപടി നൽകി. ശരിയാ വസുന്ധരെ, ആ നരസിംഹം വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനും പറ്റത്തില്ല. അനിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടികൾ ഒന്നിക്കേണ്ടത് തന്നെയായിരുന്നു. അതിന് രണ്ട് വീട്ടുകാർക്കും താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കനകദുർഗയുടെയും ഗോവിന്ദന്റെയും അടുത്ത് വിവാഹം ആലോചിച്ച് ചെന്നതാണെന്ന്. പക്ഷേ അവർ അതിന് താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഇനിയും അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അനി കുറച്ചങ്ങ് വിഷമിക്കട്ടെ, ഇനി വേറെ വഴിയൊന്നുമില്ല. മുത്തശ്ശിക്ക് അത് അംഗീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. അതെ, കുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അനിയുടെ ജീവിതത്തിൽ അനാമികയെ അടിച്ചോൽപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ നന്ദുവിൻ്റെ ജീവിതത്തിൽ നവീനെ അടിച്ചോൽപ്പിച്ചു. അങ്ങനെ കഴിയുമ്പോഴേക്കും അതും വിജയിക്കുമോ എന്ന് ആർക്കറിയാം? ഏയ്, നവീൻ നല്ല പയ്യനാ, മുത്തശ്ശൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകത്തൊന്നുമില്ല. നല്ല കുടുംബത്തിലേക്ക് തന്നെയാ നന്ദു കയറി പോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. കനകദുർഗക്കും ഗോവിന്ദനും ആ കാര്യത്തിൽ സന്തോഷിക്കാം. നവീൻ എപ്പോഴും ഒരു നല്ല പയ്യനാണല്ലോ. നന്ദുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്ന കാര്യത്തിൽ അവർക്ക് സമാധാനിക്കാം. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ മുഖത്ത് മറ്റൊരു ഭാവം അങ്ങ് മിന്നിമറഞ്ഞു. ഇവിടെയാണെങ്കിൽ അവന്തികയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നല്ലോ. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതാണല്ലോ. പക്ഷേ അതിനുശേഷം നിശ്ചയം മാറ്റിയപ്പോഴെങ്കിലും ഇപ്പോൾ വീണ്ടും അവന്തിക അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വിവാഹമോചനം കിട്ടിയത് കൊണ്ട് തന്നെ ഉടനെ തന്നെ അനിയുടെയും അവന്തികയുടെയും വിവാഹം നടത്തണമെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. മുത്തശ്ശൻ്റെ മുഖം അങ്ങ് മുറുകിയത് കേട്ടപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി സമയമെടുക്കാം. കാരണം അനിയുടെ മനസ്സൊന്ന് പാകമാവണം. അവൻ അത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, അവന്തികയെ ഭാര്യയായിട്ട് കാണാൻ അവന് പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവനെ എങ്ങനെ നിർബന്ധിക്കുന്നത് ശരിയല്ല വസുന്ധരെ? അവൻ്റെ കാര്യങ്ങളൊക്കെ ഇത് തീരുമാനിക്കട്ടെ. ജലജയും അവന്തികയൊക്കെ എൻ്റെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന്തിക ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് പറയുന്നത്. മുത്തശ്ശി വീണ്ടും ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. അതെ, ആയിരിക്കും. ആ കുട്ടിക്കും ആഗ്രഹങ്ങളൊക്കെ നമ്മളും കൊടുത്തതല്ലേ. എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇനിയിപ്പോൾ നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ അനിയുടെയും അവന്തികയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ചിലപ്പോൾ അനിയുടെ മനസ്സങ്ങ് മാറിയേക്കും. പെട്ടെന്ന് തന്നെ മുത്തശ്ശി നാഗേന്ദ്രൻ്റെ കാര്യം എടുത്ത് ചോദിച്ചു. അതെ, നാഗേന്ദ്രൻ്റെ കാര്യം പറഞ്ഞിരുന്നു ആദർശേ. മുത്തശ്ശനത് കേട്ടപ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ്. എന്തിനാ താൻ എപ്പോഴും ഈ നാഗേന്ദ്രൻ്റെ കാര്യം ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ അടഞ്ഞ അധ്യായമല്ലേ. ഇനി അതിങ്ങനെ ചെകഞ്ഞെടുത്തിട്ട് നീ ഒന്നും പറയണ്ട. അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? നാഗേന്ദ്രൻ്റെ മകളല്ലേ അവന്തിക. അവളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അച്ഛനായ നാഗേന്ദ്രൻ തിരിച്ചെത്തിയ സ്ഥിതിക്ക് അയാളെ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരില്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനോട് ഇങ്ങനെ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിച്ചു. നാഗേന്ദ്രൻ്റെ പേര് പോലും ഇവിടെ മിണ്ടിരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയാണ് മുത്തശ്ശൻ. അങ്ങനെയുള്ളപ്പോഴാണ് ഇനി അനിയുടെയും അവന്തികയുടെ വിവാഹത്തിന് നാഗേന്ദ്രനെ ഉൾപ്പെടുത്തുന്നത്. അതൊന്നും ഏതായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ അനന്തപുരയിൽ നാഗേന്ദ്രൻ വരേണ്ട കാര്യവുമില്ല.
അന്നേരം മുത്തശ്ശി വിട്ടുകൊടുത്തില്ല. നാഗേന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ആദർശ് അറിഞ്ഞിട്ടുണ്ട്. ആദർശ് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലായില്ലേ? മുത്തശ്ശൻ ശാന്തനാവാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും അവൻ എന്നോട് ചോദിച്ചിരുന്നു, അന്ന് നാഗേന്ദ്രനെ പുറത്താക്കാനുണ്ടായ കാരണകാര്യവും ഇതിൽ എന്തായിരിക്കും ജാനകിക്കും അതുപോലെ അജയനുമൊക്കെ പങ്കുള്ളത് എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. ഞാനൊന്നും അങ്ങ് പറയാനൊന്നും പോയില്ല. എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ കുത്തിപ്പൊക്കിയെടുക്കുന്നത്? ജലജയാണ് നാഗേന്ദ്രനെ ചതിച്ചത്. അതുകൊണ്ട് തന്നെയാ അവൻ ഇവിടെ നിന്നും പോവാനും കാരണം. പിന്നെ അതിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി സംസാരിക്കേണ്ടതില്ല എന്ന് ഞാൻ ആദർശിനോട് പറയുകയും ചെയ്തു. അതൊരു അടഞ്ഞ അധ്യായമായി തന്നെ പോട്ടെ. ഇനിയും അത് ചെകഞ്ഞെടുക്കേണ്ട ഒരു കാര്യവുമില്ല. എത്ര ചെകഞ്ഞെടുത്താലും എങ്ങനെയൊന്നും ആയാലും നാഗേന്ദ്രന് നമ്മുടെ കുടുംബത്തോടുള്ള പകയൊന്നും തീരില്ല. ഇപ്പോഴും അവൻ പകയോടുകൂടി തന്നെയാണ് പെരുമാറുന്നത്. അനഘയെ കൊല്ലാൻ വേണ്ടി ആ അഭിക്ക് കൂട്ടി നിൽക്കുന്നത് നാഗേന്ദ്രൻ തന്നെയാണ്. കാരണം അവൻ അനഘയെ ഇല്ലാതാക്കണമെന്ന് അച്ഛനോട് ചെന്ന് അഭി പറഞ്ഞപ്പോൾ അവനാണ് ആ നഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ട് അനഘയെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അവർ പല പ്ലാനുകളും ചെയ്യുന്നുണ്ടാവും, അനഘയെ ഇല്ലാതാക്കാനും അനന്തപുരി തറവാടിനെ തീർക്കാനും വേണ്ടിയിട്ട്. അതൊക്കെ അങ്ങനെയെങ്കിൽ തന്നെ നടന്നു പോട്ടെ. ആ അധ്യായം നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. ഇതേ സമയം നന്ദുവിൻ്റെ വീടായ നന്ദാവനത്തിൽ കല്യാണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൊടി പൊടിക്കുകയായിരുന്നു. കനകദുർഗയും ഗോവിന്ദനും തികഞ്ഞ ആവേശത്തിലായിരുന്നു. ആദർശും നയനയും നവ്യൊക്കെ അവിടെ തന്നെയുണ്ട്. എല്ലാവരും കൂടി ഹാളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നന്ദു മാത്രം ജീവനില്ലാതെ ഒരു ശിലയെപ്പോലെ ഇങ്ങനെ ഒരിടത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് മാത്രമായിരുന്നു. ഇനി വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കനകദുർഗ സന്തോഷത്തോടെ പറഞ്ഞു. നിശ്ചയമായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ലല്ലോ, വിവാഹം മാത്രം മതിയെന്ന നവീൻ മോൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഓണത്തിന് നവീൻ്റെ അച്ഛൻ വരുന്നുണ്ട്. ആ സമയത്ത് ചിങ്ങമാസത്തിൽ ഈ കല്യാണം നടത്താമെന്നാണ് അവർ പറയുന്നത്. അതിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കണം. നവ്യെ, നീ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നന്ദുമോൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നയനക്കും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സും അങ്ങനെയൊക്കെ എടുക്കണമെന്നൊക്കെ പറയാണ്. നയനക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ദേഷ്യം വന്നു. അതെന്താ അമ്മേ, കുറേ ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് സ്ത്രീധനമൊക്കെ കൊടുത്ത് വിടാനാണോ ഭാവം? ഉടനെ തന്നെ നന്ദു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്തിനാ നിങ്ങളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? എനിക്കൊരു സ്ത്രീധനവും വേണ്ട, സ്വർണവും വേണ്ട. അതിനായിട്ട് അച്ഛനും അമ്മയും ഇവിടെ നിന്ന് കടം വാങ്ങുകയും വേണ്ട. ഗോവിന്ദൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല മോളെ, അതിനു വേണ്ടിയിട്ട് കടമൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കടം വാങ്ങാതെ നന്ദുവിനെ നമുക്ക് വിവാഹം കഴിപ്പിച്ചു വിടാനും പറ്റും. ആവശ്യത്തിന് സ്വർണമൊക്കെ നമുക്കുമുണ്ടല്ലോ, നമുക്കെടുക്കാലോ. ഇവരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് നന്ദുവിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവളുടെ മുഖത്ത് അത് വ്യക്തമായിരുന്നു. നവീനുമായിട്ടുള്ള ആ ഒരു കല്യാണത്തിൻ്റെ കാര്യം അവൾക്ക് ഇഷ്ടമല്ല. നയന നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ ഇങ്ങനെ കൈവച്ചു. എന്താ നന്ദുമോൾക്ക് അത്ര ഇഷ്ടമല്ല? എൻ്റെ നന്ദുമോൾക്ക് ഈ ഒരു കല്യാണത്തിലൂടെ അത്ര ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം മോളെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് വീട്ടുകാർക്കും താല്പര്യമില്ലാതെ ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ നവീനുമായിട്ടുള്ള തൻ്റെ വിവാഹം നടക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം നവീൻ ഒരു നല്ല പയ്യനല്ലേ. അവനെ വിവാഹം കഴിച്ചത് കൊണ്ട് നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നിന്റെ കരിയറിലൊക്കെ നിനക്ക് ഉയർന്നു വരാം. അനി പതുക്കെ ഇതൊക്കെ അങ്ങ് മറന്നോളും. അല്ലെങ്കിലും അനിയുടെയും അവന്തികയുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. നയനയുടെ വാക്കുകൾ നന്ദുവിനെ കൂടുതൽ തളർത്തിക്കളഞ്ഞു. എല്ലാവരും കൂടി എല്ലാം തീരുമാനിച്ചു. എൻ്റെ മനസ്സ് കാണാൻ ആർക്കും വയ്യ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശി കാരണം ഇവിടെ ഇല്ലാതാവുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് തീരുമാനിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് തന്നെ ഞാനങ്ങ് സമ്മതിച്ചു തരാം. അല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ നയനേച്ചി, അവൻ ഭയങ്കര വിഷമത്തിലാണ്. എൻ്റെ വിഷമം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കും. പക്ഷേ അനിയുണ്ടല്ലോ, അവൻ എന്തെങ്കിലും കടുങ്ക് ചെയ്താൽ അതിൻ്റെ പിന്നിൽ ഈ ഒരു ഒറ്റ കാരണം തന്നെയായിരിക്കും. അവൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നടക്കുന്നത്. ആദർശേട്ടനോടും നയനേച്ചിയോടും ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തതല്ലേ. ഇത് കേട്ട് നവ്യ ഇടപെട്ടു. അബിയുടെ ചതി അറിഞ്ഞതിന് ശേഷം നവ്യ കൂടുതൽ പക്വത കാണിച്ചിരുന്നു. അവൾ നന്ദുവിൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, നന്ദുമോളെ, നിനക്ക് അനിയെ അത്രമാത്രം ഇഷ്ടമാണെങ്കിൽ നീ നേരത്തെ തന്നെ ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമായിരുന്നു. നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞാലെന്താ? അമ്മയും അച്ഛനും ആ കാര്യം മനസ്സിലാക്കണം. അവർക്ക് ഇഷ്ടം അനിയാണെങ്കിൽ അവർ പിന്നങ്ങ് ഒന്നിച്ച് ജീവിക്കട്ടെ. അങ്ങനെ നവീനുമായിട്ട് വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധം ഏത് രീതിയിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നവ്യ കനകദുർഗയെ നോക്കി ചോദിക്കാണ്. കനകദുർഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താടി നീ പറഞ്ഞത്? നിനക്ക് പറയാൻ എന്ത് അവകാശമാവുള്ളത്? നീ അബിയെ വിവാഹം കഴിച്ച് കയറി കൂടിയവളല്ലേ. എന്നിട്ടിപ്പോൾ നിന്റെ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ടോ? ആ അബി നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? നിന്നെ ചതിക്കാതെ നിന്റെ കൂടെ അവൻ നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും അവൻ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കലേ. അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കടാ. വീട്ടുകാരാലോചിച്ച് ഇങ്ങനൊരു വിവാഹം നടക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങളൊക്കെ കുറയും.
പക്ഷേ നീ നിന്റെ തന്നിഷ്ടപ്രകാരം പ്രിയപ്പെട്ട അബിയുടെ കൂടെ അങ്ങ് പോയതല്ലേ? എന്നിട്ട് നീ ഇപ്പോൾ സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും ജീവിക്കുന്നുണ്ടോ? അതുപോലൊരു ജീവിതം എൻ്റെ നന്ദുവിനും ഉണ്ടാവണ്ട. അത് ഞങ്ങൾ ഉറപ്പിച്ചതാണ്. നവ്യൊട്ടും പുറകിലേക്ക് പോയില്ല. എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ? പക്ഷേ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അത് തീർച്ചയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് നിർബന്ധിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ല ആദർശിട്ട, ഇതിനൊക്കെ നിങ്ങൾ കൂട്ടുനിൽക്കാണെന്നൊക്കെ ചോദിക്കട്ടെ നവ്യ. ആദർശ് നേരെ ഗോവിന്ദനെ നോക്കി. ഗോവിന്ദൻ നിസ്സഹാരമായി പറഞ്ഞു, മക്കളെ, എനിക്കറിയാം നന്ദുമോൾക്ക് അനിയെ ഇഷ്ടമാണെന്ന്. പക്ഷേ അത് നമുക്ക് നടത്താൻ നിവർത്തിയില്ലല്ലോ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളങ്ങനെ തകൃതിയായി നടക്കുമ്പോഴും അനിയും നന്ദുവും തങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയുമായി നവീനെ കാണാൻ വേണ്ടി ചെല്ലാണ്. ഒരു പാർക്കിലെ ബെഞ്ചിൽ വളരെ ശാന്തനായി ഇരിക്കുകയായിരുന്നു നവീന്. അനിയുടെയും നന്ദുവിൻ്റെയും മുഖത്ത് വെപ്രാളം കണ്ട് അവർ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അല്ല, നിങ്ങളെന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്? നവീൻ കൂളായിക്കൊണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. അവരെ ഒന്ന് കളിപ്പിക്കുക എന്ന മട്ടിലായിരുന്നു അവൻ്റെ ഇരിപ്പ്. അനി കൈ കൂപ്പുന്നത് പോലെ തന്നെ പറഞ്ഞു, നവീനെ, ഇനിയെങ്കിലും നീ ഈ തീരുമാനത്തിൽ നിന്നൊന്ന് മാറണം. നീ ഈ വിവാഹം വേണ്ടാന്ന് വെക്കണം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. പ്ലീസ് നവീൻ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാടധികം ആഗ്രഹിച്ചവരാണ്. നവീൻ കുറച്ചു നേരം അവരെ നോക്കി. എന്നിട്ട് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, എന്നിട്ട് ഇത്രയും നാളും നിങ്ങൾ ഇത്രയുമായിട്ട് ഇഷ്ടമായിട്ടൊന്ന് ഒന്നിച്ച് ജീവിച്ചോ? ഇല്ലല്ലോ. അനി, നീ ആ അനാമികയെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ നന്ദുവിനെ നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? എന്നിട്ടെന്തേ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാഞ്ഞത്? ഇപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ഈ വിവാഹം അടുത്ത സമയത്തും ഇങ്ങനെ വന്ന് സംസാരിക്കാനല്ലാതെ ഒന്നിച്ചൊരു തീരുമാനമെടുക്കാൻ നിങ്ങളെക്കൊണ്ട് രണ്ടുപേരെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അനി ആകെ പതറിപ്പോയി. പറ്റും, പക്ഷേ ഇവളുടെ കുടുംബത്തിൻ്റെ കാര്യം, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം, ചേച്ചിമാരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോരാനൊന്നും പറ്റില്ല എന്നാ ഇവള് പറയുന്നത്. നവീൻ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പരിഹാസച്ചിരി ചിരിച്ചു. അങ്ങനെയൊക്കെ കുടുംബത്തെപ്പറ്റി ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിൽ പിന്നെ ഈ വിവാഹം വേണ്ടാന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? നന്ദു, നമ്മുടെ വിവാഹം നടക്കട്ടെ. അവന് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ആ ധൈര്യമുണ്ടാകുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്ക്. ഇപ്പം ഞാൻ ഏതായാലും നന്ദുവിനെ വിവാഹം കഴിക്കുന്നില്ല. വേണ്ടാന്ന് വെച്ചാലും നിങ്ങളുടെ രണ്ടെണ്ണത്തിൻ്റെ വിവാഹം നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ വിശ്വാസവുമില്ല. അതെന്താ നവീനെ നീ നടക്കില്ല എന്ന് പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. എന്ത് നടക്കുമനി? ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ വീട്ടുകാരുടെ ആവശ്യമനുസരിച്ച് നടക്കുന്ന സ്ഥിതിക്ക് ഇനി ഇതിനൊന്നും ഒരു തീരുമാനമൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ ചിന്തിക്കാനും പോകണ്ട. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം തന്നെ അങ്ങ് നടക്കട്ടെ. അത്രയും പറഞ്ഞ് നവീൻ അവിടെ നിന്നങ്ങ് നടന്നു പോവാണ്. അനിക്കും നന്ദുവിനും പരസ്പരം നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ പ്രണയം ഇവിടെ അവസാനിക്കുകയാണെന്ന് അതോടുകൂടി തന്നെ രണ്ടുപേരും ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹ ദിവസം വന്നെത്തി. കല്യാണ മണ്ഡപവും പരിസരവും എല്ലാം തന്നെ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരായ നന്ദുവിനെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് നയനയും നവ്യ അങ്ങനെ ചേർന്ന് നിന്നു. വിലക്കൂടിയ പട്ടുസാരിയും സ്വർണ്ണാഭരണവും എല്ലാം അണിഞ്ഞ നന്ദുവിൻ്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളൊക്കെ കലങ്ങി ചുവന്നിരുന്നു. വിതുമ്പലടക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു. നയന അവളുടെ മുടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, നീ വിഷമിക്കേണ്ട. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നിന്റെ മനസ്സിൽ ആ വിഷമമെല്ലാം തന്നെ മാറും. എന്നെ തന്നെ നോക്കിക്കേ. ഞാൻ ആദർശേട്ടനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതൊന്നുമല്ലല്ലോ. നവ്യേച്ചി വിവാഹം കഴിക്കാൻ ആദർശേട്ടനെ ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ വേഷം മാറി അവിടെ വന്നിരുന്നതാ. ആ സമയത്താ ആദർശേട്ടൻ എന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പം ഞങ്ങൾ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത് നീ കാണുന്നില്ലേ മോളെ? നന്ദു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും നയനേച്ചിയെ പോലെ ഒന്നും ആയിരിക്കില്ലല്ലോ. നയനേച്ചി വേറൊരാളെ സ്നേഹിച്ചിട്ടൊന്നുമില്ലായിരുന്നല്ലോ അന്ന്. ഞാൻ അനിയെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവന് തുല്യം ഞാൻ അനിയെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് നയനേച്ചി. എൻ്റെ വിവാഹം കഴിക്കുമ്പോൾ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നാണ് എനിക്ക് പേടിയാവുന്നത്. ഇത് കണ്ട് കനകദുർഗയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവർ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പുറപ്പെടുകയാണ്. അനന്തപുരിൽ നിന്നാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ജലജയും ജാനകിയും ആ പരിസരത്തേക്ക് പോലും വന്നിട്ടുമില്ല. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. നവീനാണെങ്കിൽ കല്യാണ കസവൊക്കെ എടുത്ത് റെഡിയായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അനിയെ കൊണ്ട് നന്ദുവിനെ വിവാഹം കഴിപ്പിക്കണമെന്ന് നവീൻ ആദ്യമേ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം വരെ അത് ആരെയും അറിയിക്കാതെ ഒരു വലിയ സസ്പെൻസ്, ഒരു വലിയ സർപ്രൈസ് തന്നെ അവൻ കാത്തു സൂക്ഷിച്ചു. ഫോണെടുത്ത് നവീൻ അനിയെ വിളിച്ചു. ഫോണിൻ്റെ മറുതലക്കൽ അനിയുടെ ശബ്ദം വല്ലാതെ തളർന്നു നിന്നു. ഇല്ല നവീനെ, ഞാൻ വരില്ല. ആ വിവാഹത്തിന് ഞാൻ വരില്ല. എനിക്കതിനെ പങ്കെടുക്കാൻ കഴിയില്ല. എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല നവീനെ. അങ്ങനെ നീ വരില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നവീൻ
കണിശമായി തന്നെ പറഞ്ഞു, എൻ്റെ വിവാഹമാണ്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നന്ദുവിൻ്റെയും ഫ്രണ്ടാണ്, അതുകൊണ്ട് നീ എന്തായാലും വരണ നീ. ഇല്ല നവീൻ, ഞാനില്ല, എനിക്കത് കാണാൻ പറ്റില്ല. നിനക്ക് എൻ്റെ കാര്യം അറിയാലോ, ഞാൻ വല്ലാതൊരു അവസ്ഥയിലായി നിൽക്കുന്നത്. അനി കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ഇല്ല, നിന്നെയും കൂട്ടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നവീന് നേരെ അനന്തപുരിയിൽ ചെന്നു. മുറിയിലാകെ തളർന്നിരിക്കുന്ന അനിയെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ് നവീന്. അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ട് നവീൻ നേരം കല്യാണ മണ്ഡപത്തിലേക്ക് വന്നു. കല്യാണ മണ്ഡപത്തിൽ നന്ദുവാണെങ്കിൽ വധുവായിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവീനും കൂടെ അങ്ങോട്ടേക്ക് എത്തി, അനിയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തി. അനിയെ കണ്ടപ്പോൾ നന്ദുവിൻ്റെ കണ്ണ് വീണ്ടും അങ്ങ് നിറഞ്ഞൊഴുകാണ്. അനിക്കാണെങ്കിൽ അവളെ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. അവൻ പുറകോട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ നവീൻ ഇറങ്ങി അവനെ അങ്ങ് മുറുകെ പിടിക്കുകയാണ്. മുഹൂർത്തത്തിനായി നാദസ്വരം മുഴങ്ങി കേട്ടു. എല്ലാവരും അങ്ങനെ വരനെ മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി നിർബന്ധിച്ചു. കനകദുർഗ അതിയായ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, മോനെ, നവീൻ മോനെ, വാ, മുഹൂർത്തമായി, വന്നിരിക്ക്. അപ്പോൾ നവീൻ എല്ലാവരെയും നോക്കി ശാന്തമായി പറഞ്ഞു, അല്ല, ഞാനെന്തിനാ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നത്? ആളുകൾക്കിടയിൽ ഒരു മർമ്മരമുണ്ടായി. കനകദുർഗയുടെ മുഖത്ത് ചിരി പെട്ടെന്നങ്ങ് മാഞ്ഞു. എന്താ മോനെ, എന്താ നീ പറയുന്നത്? അതെ, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ തമ്മിലല്ലേ വിവാഹം കഴിക്കേണ്ടത്? നവീൻ്റെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു. നിങ്ങൾ പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടം ചോദിച്ചിട്ടില്ലല്ലോ ഈ കല്യാണം നടക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെയും നന്ദുവിനെയും കൂടി വിവാഹം നടത്തി വിട്ടുകഴിഞ്ഞാൽ നന്ദു സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ദേ ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അനി. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഇവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിക്കണമെന്ന് വിചാരിച്ചു. അത് ഞാനിവർക്ക് കൊടുക്കുന്ന ചെറിയൊരു ശിക്ഷ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതേ ഈ വിവാഹ മണ്ഡപം തന്നെ ഞാൻ ഇവനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ കല്യാണ മണ്ഡപത്തിൽ വലിയൊരു സ്ഫോടനം നടക്കുന്നത് പോലെയുള്ള നിശബ്ദതയുണ്ടായി. കനകദുർഗ കേട്ടങ്ങ് പൊട്ടിത്തെറിച്ചു. നവീൻ്റെ അമ്മ മുന്നോട്ട് വന്ന് ചോദിച്ചു, നവീൻ, നീ എന്തായി ഉദ്ദേശിക്കുന്നത്? അമ്മേ, അമ്മക്ക് നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ നിങ്ങളോട് നിർബന്ധിച്ചായിരുന്നോ നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് വിവാഹം ഉറപ്പിക്കാൻ? ഇല്ലല്ലോ. അതിനു മുൻപ് എന്നോട് പോലും ചോദിക്കാതെ ചാടിക്കയറി നിങ്ങളല്ലേ അങ്ങോട്ടേക്ക് പോയിട്ട് വിവാഹം ഉറപ്പിച്ചത്. സാരമില്ല, അവരൊന്നിക്കട്ടെ, അതൊരു നല്ല കാര്യമല്ലേ. എന്നിട്ട് അവൻ അനിയുടെ കൈ ഇങ്ങനെ പിടിച്ചു വലിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അനി, നീ ഇങ്ങോട്ടേക്ക് വായോ. അമ്പരന്ന് നിൽക്കുന്ന അനിയെ പിടിച്ച് നവീൻ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ അരികിലിരുത്തി. നന്ദുവും അനിയും പരസ്പരം നോക്കി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. പൂജാരി എടുത്തു നൽകിയ ആ ഒരു താലി നവീൻ നേരെ വാങ്ങിച്ച് നേരെ അനിയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. കെട്ടട അവളുടെ കഴുത്തിൽ താലി, നവീൻ ആജ്ഞാപിച്ചു. അനി ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. അവൻ പതിയെ മുത്തശ്ശൻ്റെ നേരെ നോക്കി. മുത്തശ്ശൻ്റെ കണ്ണുകളിൽ ചെറു ചിരി ഉണ്ടായിരുന്നു. അദ്ദേഹം തല കൊണ്ട് തന്നെ സമ്മതം മൂളി. കെട്ടിക്കോളൂ എന്ന രീതിയിൽ തന്നെ ആദർശിൻ്റെയും നയനയുടെയും നവ്യയുടെയൊക്കെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും സന്തോഷമെല്ലാം തന്നെ മിന്നിമറഞ്ഞു. അന്നേരം അനി വിറക്കുന്ന കൈകളോട് കൂടെ തന്നെ ആ ഒരു താലിമാലയെടുത്ത് നന്ദുവിൻ്റെ കഴുത്തിലങ്ങ് ചാർത്തിക്കൊടുക്കുകയാണ്. നാദസ്വരത്തിൻ്റെ ശബ്ദം ഉച്ചത്തിലായി. നന്ദുവിൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുകൾ ഒഴുകി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു അത്. ഇതെല്ലാം കണ്ട് കനകദുർഗയുടെ സമനില തെറ്റുന്നത് പോലെയായിരുന്നു. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. അയ്യോ, എന്താ ഈ കാണിക്കുന്നത്? എന്താ ഇത് നവീനെ? എന്താ നീ ഈ കാണിച്ചത്? അനിയും നന്ദും കൂടിയുള്ള ആ ഒരു വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാ. എന്നിട്ട് നീ ഈ മുഹൂർത്തത്തിൽ അത് നടത്തിയത് ഒട്ടും തന്നെ ശരിയായില്ല. ഇത് ചതി തന്നെയല്ലേ? നീ ചെയ്തത് ചതിയല്ലേ എന്നൊക്കെ ചോദിച്ചു കൂടെ തന്നെ കനകദുർഗ വല്ലാതങ്ങ് പൊട്ടിത്തെറിക്കാണ്. നവീൻ പുഞ്ചിരിയോട് കൂടെ തന്നെ കനകദുർഗയെ നോക്കി. അല്ല കലങ്കാറ്റിയെ, ആരാ ചതിച്ചത്? ഞാനാണോ ചതിച്ചത്? നിങ്ങളല്ലേ എന്നെ ചതിച്ചത്? നിങ്ങളോട് ഞാൻ ചോദിച്ചതല്ലേ നന്ദുവിന് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന്. നിങ്ങൾ അത് എന്നോട് നിന്നും മറച്ചു വെച്ചു. അനിയും നന്ദും തമ്മിൽ ഇഷ്ടമാണെന്ന് നിങ്ങളും എന്നോട് പറഞ്ഞില്ലല്ലോ. അവർ ഇഷ്ടമാണെങ്കിൽ അവരാണ് ഒന്നിക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. ആ മറുപടിയിൽ കനകദുർഗയുടെ വായടഞ്ഞു. ഗോവിന്ദനും തല താഴ്ത്തി നിന്നു. അനിയും നന്ദുവും വിവാഹിതരായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർ ഒരുപാട് അനുഭവിച്ച വേദനകൾ ഒടുവിൽ പരിഹാരമായി എന്ന് പോലും അവർക്ക് തോന്നിപ്പിച്ചു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, ഇനി അനന്തപുരി തറവാട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നന്ദുവിനെയും കൂട്ടി അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയൊരു കൊടുങ്കാറ്റാണ് എന്ന സത്യം. ജലജയും ജാനകിയും ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ കെണികളും നാഗേന്ദ്രൻ്റെ പ്രതികാരവും ആ വലിയ തറവാടിൻ്റെ പടിവാതിൽ അങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു അനി നന്ദു വിവാഹം. അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ പോകുന്നത് നന്ദു പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.